നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയെന്നും ബംഗളൂരുവിലെ 5 അംഗ സംഘമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. രേഖകളിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കിയ മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധം ആവർത്തിച്ച ആചാര സംരക്ഷണ മഹാസംഗമത്തിൽ വി.ഡി. സതീശന്റെ വെല്ലുവിളി. UDF അധികാരത്തിലെത്തിയാൽ നാമജപ കേസുകൾ പിൻവലിക്കുമെന്നും വാഗ്ദാനം. ഇന്ത്യക്കെതിരെ വീണ്ടും പരോക്ഷ ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി. പാകിസ്ഥാന്റെ പ്രഹരശേഷി ഇന്ത്യക്ക് അറിയില്ലെന്ന് അസീം മുനീർ. ശക്തമായ മറുപടിയുമായി ഇന്ത്യ. പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ബ്രഹ്മോസ് മിസൈലിന്റെ പരിധിയിലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാക് അഫ്ഗാൻ അതിർത്തിയിലെ ഉർഗുവിൽ പാക് വ്യോമാക്രമണം. 3 അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. കാടെത്തുമെന്ന് അഫ്ഗാൻ. ത്രിരാഷ്ട്ര 2020 പരമ്പരയിൽ നിന്ന് പിന്മാറി. മുഴുവൻ അഫ്ഗാൻ അഭയാർത്ഥികളെയും നാടുകടത്തുമെന്ന് പാകിസ്ഥാൻ. സംസ്ഥാനത്ത് തുലാവർഷം ശക്തം. ഇടുക്കിയിൽ ഉരുൾപൊട്ടലിൽ കൃഷിനാശം. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോടും മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും ശക്തമായ മഴ. നാളെ വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലർട്ട്. ചാലക്കുടി ഏറന്നൂർ മനയിലെ ED പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി. കൊല്ലം മയ്യനാട് കൂട്ടിക്കട മുട്ടത്തുമഠം മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി. തുലാമാസ പൂജ തൊഴാൻ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. രാഷ്ട്രപതിയുടെ ശബരിമല ദർശന ദിവസമായ 22-ന് ഭക്തർക്ക് നിയന്ത്രണം. രഞ്ജി ട്രോഫിയിൽ കേരള മഹാരാഷ്ട്ര മത്സരം സമനിലയിൽ. പൃഥ്വി ഷാ, സിദ്ധേഷ് മീർ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ പേർത്തിൽ തുടക്കം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി പുറത്തുവരികയാണ്. സ്വർണ്ണക്കടത്തിന് പിന്നിൽ ബംഗളൂരുവിലെ 5 അംഗ സംഘമെന്നാണ് പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബാംഗ്ലൂരിലെ 5 അംഗ സംഘമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ മറ്റുള്ളവരാണ് ലാഭമുണ്ടാക്കിയിട്ടുള്ളതെന്നും തനിക്ക് വലിയ നേട്ടമുണ്ടായിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. ദേവസ്വം വിജിലൻസിന് ആദ്യം തെറ്റായ മൊഴി നൽകിയത് ബാംഗ്ലൂരിലെ ഗൂഢസംഘം നൽകിയ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും കൽപേഷ് ഈ സംഘത്തിലെ ആളാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നു. ബാംഗ്ലൂർ സംഘത്തിന് പിന്നിൽ വലിയ ആളുകളുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചന എങ്കിലും കേരളത്തിൽ നിന്നുള്ള വളരെ സുപ്രധാനമായ വ്യക്തികളുടെ പേരും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. അവരിലേക്കും അന്വേഷണം നീളും. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുള്ള 14 ദിവസം കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് SITയുടെ ശ്രമം. അതേസമയം ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം നഷ്ടമായ കേസിൽ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. നിലവിൽ ദ്വാരപാലക ശില്പങ്ങളിലെയും വശങ്ങളിലെ തകിടുകളിലെയും 2 കിലോ സ്വർണം കവർന്നെന്ന കേസിലാണ് നടപടിയെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ പോറ്റിയെ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ തിരികെ എത്തിക്കുന്നതുവരെ UDF പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് വി.ഡി. സതീശൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലെന്ന് പറയാൻ കടകംപള്ളിയെ വെല്ലുവിളിക്കുകയാണ്. അടിച്ചുമാറ്റിയത് ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും കേരളം ഭരിക്കുന്നത് കൊള്ളക്കാരുടെ സർക്കാരാണെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. LDF സർക്കാരിന് കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷവും UDF സമരം ചെയ്തു. അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ അട്ടിമറിയാണ്. പോറ്റിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഗൂഢാലോചന. ഒരു തരി പൊന്നെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ സമരവുമായി മുന്നോട്ട് പോയത്? അപ്പൊ അവർക്ക് ലക്ഷ്യം യഥാർത്ഥത്തിൽ കള്ളനെ പിടിക്കലല്ല. അവർക്ക് ലക്ഷ്യം രാഷ്ട്രീയമായ അട്ടിമറിയാണ്. അവർക്ക് രാഷ്ട്രീയമായ ദുരുദ്ദേശമാണ്. അവർക്കെങ്ങനെ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ, അകളങ്കപ്പെടുത്താം എന്ന രൂപത്തിലാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ കേരളത്തിൽ ഒരു കള്ളനെയും രക്ഷിച്ച പാരമ്പര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലില്ല. എല്ലാ കള്ളന്മാരെയും കയ്യാമത്ത് കൽത്തുറകളച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ആദ്യം ഒരു പ്രമേയം കൊണ്ടുവന്നു. പോലീസായിരുന്നു വിഷയം. ഒരു യൂത്ത് കോൺഗ്രസുകാരനെ തല്ലി. അതുമായി ബന്ധപ്പെട്ട് 2 MLA-മാരുടെ നിരാഹാരം പ്രഖ്യാപിച്ചു. രായ്ക്ക് രായ്മാനോ MLA എഴുന്നേറ്റ് പോയി
ആഗോള അയ്യപ്പ സംഗമത്തോടെ കുടുങ്ങിയത് NSS ആണ്. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച NSS നേതൃത്വത്തിനെതിരെ പ്രതിഷേധങ്ങൾക്ക് അയവില്ല. NSS മോചന കർമ്മസമിതി NSS ആസ്ഥാനത്തേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് തടയാൻ ശ്രമങ്ങളുമായി ഔദ്യോഗിക വിഭാഗത്തെ പിന്തുണയ്ക്കുന്നവരടക്കം ഇതിനോടകം രംഗത്തെത്തി. ആലുവയിൽ നിന്നുള്ള NSS കരയോഗം ഭാരവാഹികൾ നേതൃത്വം നൽകുന്ന NSS മോചന കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ചങ്ങനാശ്ശേരിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഛായാചിത്രങ്ങളുമായി ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും മന്നം സമാധിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് NSS നേതൃത്വത്തെ അനുകൂലിക്കുന്നവരിൽ ഏതാനും പേർ ചേർന്ന് തടയാൻ ശ്രമിച്ചത് വാക്കുതർക്കത്തിന് ഇടയാക്കി. പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. തുടർന്ന് മുന്നോട്ട് പോയ പ്രതിഷേധ മാർച്ച് NSS കോളേജിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ പ്രവർത്തകർ മന്നത്ത് പത്മനാഭന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന, ഈ പ്രസ്ഥാനത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന, സമുദായത്തെ ജീർണാവസ്ഥയിലേക്ക് എത്തിച്ച ഈ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ NSSന്റെ ഡയറക്ടർ ബോർഡ് ഒന്നടക്കം അടിയന്തരമായി രാജിവെച്ച് പോകണമെന്ന് തന്നെയാണ് കേരളത്തിലെമ്പാടുമുള്ള നായർ സമുദായ അംഗങ്ങളുടെ താല്പര്യം. മുൻകൂർ അനുമതി ഇല്ലാതെയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പിന്നീട് ഇവരെ വിട്ടയച്ചു. നായർ സമുദായത്തിന്റെ വികാരം മാനിക്കാത്ത NSS ജനറൽ സെക്രട്ടറിയുടെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും രാജി ആവശ്യപ്പെട്ട് സമരപരിപാടികൾ തുടരുമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. ഇന്ത്യക്കെതിരെ വീണ്ടും ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസീം മുനീർ. പുതിയ പ്രകോപനമുണ്ടായാൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരിക്കും പ്രതികരണമെന്നാണ് ഭീഷണി. ഭൂമിശാസ്ത്രപരമായ വിശാലത നൽകുന്ന സുരക്ഷിതത്വത്തിൽ ഇന്ത്യക്കുള്ള മിഥ്യാധാരണയെ പാക് സൈന്യം തകർത്തെറിയുമെന്നും അസീം മുനീർ പറയുന്നു. സൈനികവും സാമ്പത്തികവുമായി കനത്ത നഷ്ടമുണ്ടാകും. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യക്കാണെന്നും അസീം മുനീർ പറഞ്ഞു. പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ബ്രഹ്മോസ് മിസൈലിന്റെ പരിധിയിലാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ ട്രെയിലർ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് സൈന്യത്തിന് കൈമാറി. ലക്നൌ പ്ലാന്റിൽ പ്രതിവർഷം 100ഓളം ബ്രഹ്മോസ് മിസൈലുകളാണ് നിർമ്മിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പായിരുന്നു ലക്നൌവിലെ ബ്രഹ്മോസ് എയ്റോസ്പേസ് യൂണിറ്റ്. പ്രതിവർഷം ഏകദേശം 100 മിസൈൽ ഇവിടെ നിർമ്മിക്കാനാകും. ഇവിടെ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കരയിൽ നിന്നും പോർവിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇനി രാജ്യത്തിന്റെ കരുത്തും കാവലുമായി ബ്രഹ്മോസ് മിസൈലുകളും ഉണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ശക്തിയും സ്വാശ്രയത്വവും ലോകത്തിനു മുഴുവൻ തെളിയിച്ചിട്ടുണ്ട് എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ബ്രഹ്മോസ് മിസൈലിന്റെ പരിധിയിലാണെന്നും പ്രതിരോധ മന്ത്രി ഓർമ്മപ്പെടുത്തി. पाकिस्तान की जहां तक बात है तो अब उसकी एक एक इंच जमीन हमारी ब्रह्मोस की पहुंच में है और ऑपरेशन सिंदूर में जो हुआ वह तो सिर्फ ट्रेलर था मेरे साथियों. ऑपरेशन सिंदूर में जो हुआ वह तो केवल एक ट्रेलर था. പ്രവർത്തനം ആരംഭിച്ച് 5 മാസത്തിനുള്ളിലാണ് ലക്നൌ യൂണിറ്റിൽ നിന്നും ആദ്യ ബാച്ച് മിസൈലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി സൈന്യത്തിന് കൈമാറുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. അതിരുവിട്ട് പാകിസ്ഥാന്റെ പ്രകോപനം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാണ്. പാക് വ്യോമാക്രമണത്തിൽ 3 അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരോടുള്ള ആദരസൂചകമായി വരാനിരിക്കുന്ന ത്രിരാഷ്ട്ര T20 പരമ്പരയിൽ നിന്ന് പിന്മാറുന്നതായി അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു. കബീർ, സിഗ്ബദുള്ള, ഹാരൂൺ എന്നീ താരങ്ങളാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ഭരണകൂടം നടത്തിയ ഭീരുത്വം നിറഞ്ഞ ആക്രമണമെന്നാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിനെ വിശേഷിപ്പിച്ചത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കുമെതിരായ ത്രിരാഷ്ട്ര പരമ്പരയുടെ ഭാഗമാകാൻ വേണ്ടി പാകിസ്ഥാൻ അതിർത്തിയിലെ ഉർഗുനിൽ നിന്നും ഷാരണിലേക്ക് സഞ്ചരിക്കവെയായിരുന്നു ആക്രമണം. അഫ്ഗാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ റാഷിദ് ഖാൻ പാകിസ്ഥാന്റെ ക്രൂര നടപടി അപലപിച്ച് രംഗത്തെത്തി. പരമ്പരയിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനത്തെയും ക്യാപ്റ്റൻ സ്വാഗതം ചെയ്തു. ലോകവേദികളിൽ തങ്ങളുടെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യണമെന്നാഗ്രഹിച്ച യുവ ക്രിക്കറ്റ് താരങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ ജീവൻ അപഹരിച്ച ആക്രമണമാണ് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നവംബർ 5 മുതൽ 29 വരെ ലാഹോറിലും റാവൽപിണ്ടിയിലും വെച്ച് നടക്കാനിരിക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ ശ്രീലങ്കയ്ക്കൊപ്പം അഫ്ഗാനിസ്ഥാനും പങ്കെടുക്കാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നു. ക്രിക്കറ്റ് താരങ്ങളെ കൂടാതെ മറ്റ് 5 പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അഫ്ഗാനെ ലക്ഷ്യമിട്ട് നിരവധി വ്യോമാക്രമണം നടത്തിയെന്ന് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഉർഗുനിലെയും ബർമാലിലെയും സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നാണ് അഫ്ഗാൻ മാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. മഴ മുന്നറിയിപ്പിൽ സംസ്ഥാനത്ത് മാറ്റം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വടക്കൻ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. വടക്കൻ കേരളത്തിൽ മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരുന്ന 5 ദിവസങ്ങളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പാണ് പുറത്തുവിട്ടത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതേസമയം മഞ്ഞ അലർട്ടുള്ള എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും മഴ തുടരുന്നുണ്ട്. 19-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 19-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. 20-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 21-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും 22-ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും മഞ്ഞ അലർട്ടാണ്. മഴ കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെ ശ്രദ്ധിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചത്. മലയോര മേഖലകളിലേക്കുള്ള വിനോദയാത്രകളും ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ചാലക്കുടി സ്വദേശി ഇ ഡി പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി. കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരി നറുക്കെടുപ്പിലൂടെ മാളികപ്പുറം മേൽശാന്തിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ശബരിമല മേൽശാന്തിയായി 14 പേരുടെയും മാളികപ്പുറം മേൽശാന്തിയായി 13 പേരുടെയും പേരുകളാണ് ഉണ്ടായിരുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. രാവിലെ ശ്രീകോവിലിന് മുന്നിൽ നടന്ന നറുക്കെടുപ്പിൽ 8ാമതായി എടുത്ത പ്രസാദിന്റെ പേരിനൊപ്പമാണ് മേൽശാന്തി എന്ന നറുക്ക് എടുത്തത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള ഇളമുറക്കാരൻ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തി നറുക്ക് എടുത്തത്. 14 പേരുടെ പേരുകളാണ് ശബരിമല മേൽശാന്തിമാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. 7ാമതായി എടുത്ത മനു നമ്പൂതിരിയുടെ പേരിനൊപ്പമാണ് മാളികപ്പുറം മേൽശാന്തി നറുക്ക് വീണത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള മൈഥിലി കെ വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ തെരഞ്ഞെടുത്തത്. 13 പേരുടെ ലിസ്റ്റിൽ നിന്നുമാണ് മാളികപ്പുറം മേൽശാന്തിയുടെ പേര് നറുക്കു വീണത്. പേരുകളടങ്ങിയ വെള്ളിക്കുടങ്ങൾ ഇരു ശ്രീകോവിലുകളിലും പൂജിച്ച ശേഷമാണ് നറുക്കെടുപ്പ് നടന്നത്. വരുന്ന വൃശ്ചിക പുലരി മുതൽ 1 വർഷക്കാലം ഇവർ രണ്ടുപേരുമാകും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായി ക്ഷേത്രത്തിൽ ഉണ്ടാവുക. അതേസമയം 22-ാം തീയതി ദർശനത്തിനായി എത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ പുരോഗമിക്കുകയാണ്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലയ്ക്കലിലും പമ്പയിലും ശബരിമലയിലുമായി ഒരുക്കിയിരിക്കുന്നത്. ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അസൌകര്യം ഉണ്ടാകാത്ത വിധമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനമെന്നും രാഷ്ട്രപതി മടങ്ങിയതിനു ശേഷം അയ്യപ്പ ഭക്തർക്ക് ദർശന സൌകര്യം ഒരുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇനി 22-ാം തീയതിയോടുകൂടി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരികയാണ്. അതിന്റെ എല്ലാവിധമായ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട്, എല്ലാ ആചാരക്രമങ്ങളും പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഈ ദർശനം പൂർത്തിയാക്കി മടങ്ങും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യൻ ദർശനം ഇവിടെ 1 മണിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തുലാമാസ പുലരിയിലും അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. UAE-യിലെ ധനകാര്യ സ്ഥാപനങ്ങൾ സഞ്ചിത പലിശയ്ക്കോ കൂട്ടുപലിശയ്ക്കോ മേൽ വീണ്ടും പലിശ ഈടാക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നും നൽകേണ്ട മൊത്തം പലിശ വായ്പയുടെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കൂടുതലാകരുതെന്നും ഫെഡറൽ സുപ്രീം കോടതി വിധിച്ചു. 7 ലക്ഷം ദിർഹം വായ്പയ്ക്ക് 1.53 ബില്യൺ ദിർഹം തിരിച്ചടയ്ക്കാൻ ഉത്തരവിട്ട് മുൻ അപ്പീൽ വിധി റദ്ദാക്കിക്കൊണ്ടാണ് പരമോന്നത കോടതി സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസ് പുനഃപരിശോധനയ്ക്കായി അപ്പീൽ കോടതിയിലേക്ക് തിരികെ അയക്കുകയും ചെയ്തു. സൗദിയിൽ കുട്ടികളെ മുതിർന്നവർ ഒപ്പമില്ലാതെ വാഹനത്തിനുള്ളിൽ ഒറ്റയ്ക്കിരുത്തുന്നത് ഗതാഗത നിയമലംഘനമാണെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ മുതിർന്നവർ ഒപ്പമില്ലാതെ വാഹനത്തിനുള്ളിൽ ഒറ്റയ്ക്കിരുത്തിയാൽ 300 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴ ലഭിക്കും. കുട്ടികളുടെ സുരക്ഷ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് എക്സ് പ്ലാറ്റ്ഫോമിലെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെ വിശദീകരിച്ചു. UAE-യിൽ ചൂടുകാലം അവസാനിച്ചതോടെ മരുഭൂപ്രദേശങ്ങളിൽ രാത്രികാല ക്യാമ്പിംഗ് ഇനി സജീവമാകും. ക്യാമ്പുകൾ നടത്തുന്ന പ്രദേശങ്ങളുടെ സുരക്ഷാ ക്രമീകരണം ശക്തമാക്കാനുള്ള നടപടികൾ ഷാർജ പോലീസ് ആരംഭിച്ചു. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നവർ 2000 ദിർഹം വരെ പിഴയൊടുക്കേണ്ടി വരുമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു.
അൽബദായർ, അൽഫയ, മലീഹ തുടങ്ങിയ പ്രധാന മരുഭൂമി പ്രദേശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രത്യേക ഓപ്പറേഷൻസ് റൂം, അടിയന്തര സാഹചര്യങ്ങൾക്കായി പ്രത്യേക യൂണിറ്റുകളും ഷാർജ പോലീസ് സജ്ജമാക്കി. അമിത വേഗത്തിലുള്ള ഓഫ് റോഡ് ഡ്രൈവിംഗ്, ഉച്ചത്തിലുള്ള സംഗീതം, പൊതുജനശല്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഒട്ടകങ്ങൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ സുരക്ഷയ്ക്കായി മുള്ളുവേലികളും സ്ഥാപിച്ചിട്ടുണ്ട്. പിഴയടയ്ക്കാത്ത വാഹനങ്ങൾ പിടികൂടാൻ ദുബായ് പോലീസും പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനിയും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു. പിഴയടയ്ക്കാത്തതും പിടിച്ചെടുക്കാൻ ഉത്തരവുള്ളതുമായ വാഹനങ്ങൾ പാർക്കിംഗ് കമ്പനി നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്തിയാൽ ഉടൻ പോലീസിൽ വിവരം ലഭിക്കുന്ന രീതിയിലാകും ഈ സംവിധാനം പ്രവർത്തിക്കുക. പോലീസിന്റെ ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനവും പാർക്കിംഗ് കമ്പനിയുടെ സ്മാർട്ട് പാർക്കിംഗ് ആൻഡ് പേയ്മെന്റ് സംവിധാനവും തമ്മിൽ ബന്ധിപ്പിച്ചാണ് നടപ്പിലാക്കുക. ദുബായിൽ സമാപിച്ച ജൈറ്റെക്സ് ഗ്ലോബൽ എക്സിബിഷൻ വേദിയിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. കുവൈറ്റിൽ ആവശ്യമായ മുൻകൂർ അനുമതികൾ നേടാതെ പരിപാടികൾ സംഘടിപ്പിച്ച സ്കൂൾ അധികൃതരെ കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രി സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ആശങ്കയിലായി പ്രവാസി മലയാളികളും. രാജ്യത്തെ മലയാളി സംഘടനകളുടെ ഓണാഘോഷ പരിപാടികളും മറ്റ് സൗഹൃദ സംഗമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു നടപടി. ഇതോടെ ഈ നീക്കം തങ്ങളെയും ബാധിക്കുമോ എന്ന ആശങ്കയാണ് കുവൈറ്റിലെ മലയാളികളായ പ്രവാസികൾക്കുള്ളത്. നിയമപരമായ അനുമതി ബന്ധപ്പെട്ട മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്നതിന് കാലതാമസവും തടസ്സവും നേരിടുന്നതിനാൽ സ്കൂൾ അധികൃതർ നൽകുന്ന അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് കുവൈറ്റിലെ സ്കൂളുകളിൽ വെച്ച് പ്രവാസി സംഘടനകൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നടപടിയെ തുടർന്ന് സ്കൂൾ അധികൃതർ പിൻവാങ്ങുന്നതോടെ കടുത്ത സാമ്പത്തിക നഷ്ടമാണ് ഇത്തരം പ്രവാസി സംഘടനകൾക്ക് ഉണ്ടാകുന്നത്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ 3 വർഷത്തെ ഔദ്യോഗിക ചുമതലയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങുന്ന ജിദ്ദ കോൺസുലേറ്റ് ഹജ്ജ് കോൺസുൽ മുഹമ്മദ് അബ്ദുൽ ജലീലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയയപ്പ് നൽകി. ജിദ്ദ MRA ഓഡിറ്റോറിയത്തിൽ കോഫി വിത്ത് കോൺസൽ എന്ന പേരിൽ മീഡിയ ഫോറം സംഘടിപ്പിച്ച പരിപാടിയിൽ പഠനകാലത്തും ഇന്ത്യൻ സിവിൽ സർവീസ് നേടിയതിനു ശേഷമുള്ള ജീവിതാനുഭവങ്ങൾ മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം പങ്കുവച്ചു. ഭാര്യ എഞ്ചിനീയർ ബിസ്മിതയും ചടങ്ങിന്റെ ഭാഗമായി മീഡിയ ഫോറത്തിന് ഉപഹാരം പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി നൽകി. മാധ്യമപ്രവർത്തകരായ ഹസൻ ചെറുപ്പ, ജലീൽ കണ്ണമംഗലം, സാദിഖ് അലി തൂർ, സുൽഫിക്കർ ഒത്തായ്, ഗഫൂർ കൊണ്ടോട്ടി, സാബിത് സലീം എന്നിവർ സംസാരിച്ചു. ബിജു രാമന്തളി, PK സിറാജ് എന്നിവർ നേതൃത്വം നൽകി. ദുബായിലെ ദീപാവലി ആഘോഷങ്ങൾക്ക് വർണ്ണശബളമായ തുടക്കം. നഗരത്തിലെ പ്രധാന വിനോദ കേന്ദ്രമായ അൽ സീഫിൽ ഒരുക്കിയ പ്രധാന വേദിയിൽ കേളികെട്ടോടെയാണ് നൂർ പ്രകാശത്തിന്റെ ഉത്സവം എന്ന പേരിലുള്ള ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ദുബായ് പോലീസിന്റെ ബാൻഡ് സംഘം ഒരുക്കിയ സംഗീത പരിപാടിയായിരുന്നു ആദ്യ ദിവസത്തെ മുഖ്യാകർഷണം. ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷം ഒരുക്കുന്നത്. ദുബായ് അൽസീഫിലെ പ്രധാന വേദിയിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഫറാസ് എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായത്. ദുബായ് പോലീസിന്റെ ബാൻഡ് സംഘം ഒരുക്കിയ സംഗീത പരിപാടി കാണികൾ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. സൂപ്പർ ഹിറ്റ് ഹിന്ദി ഗാനങ്ങൾ ദുബായ് പോലീസ് ബാൻഡ് സംഘം വേദിയിൽ വായിച്ചു. ടീം വർക്ക്സ് ആർട്ടാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. 19-ാം തീയതി വരെ അൽസീഫിലെ പ്രധാന വേദിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. Diwali is a period of joy, happiness. Of course, it illuminates everybody's lives. This festival will be true to its reputation. Since last year, there's been overwhelming crowd response, as you can see there. ഒക്ടോബർ 18-ന് ദുബായ് ഒപ്പേറയിൽ സംഗീത സംവിധായകൻ ഇളയരാജ നയിക്കുന്ന സംഗീത പരിപാടി, ഇത്തിസലാത്ത് അക്കാദമിയിൽ ആൻഡ്രിയ ജെർമിയയുടെ സംഗീത പരിപാടി എന്നിവയും ഉണ്ടാകും. ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ബ്രാൻഡുകൾ 75% വരെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. Big retail promotions across the city. You have a lot of gold and jewelry offers and big raffle draws with prizes up to $500,000 dirhams just during the Diwali period alone. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഒക്ടോബർ 18, 24, 25 തീയതികളിൽ കരിമരുന്ന് കലാപ്രകടനവും ഉണ്ടാകും. ബുർജുമാൻ മാൾ, ദേറ സിറ്റി സെന്റർ, ഷിന്തക സിറ്റി സെന്റർ എന്നിവിടങ്ങളിൽ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടികളും കലാപരിപാടികളും അരങ്ങേറും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് വിലക്കിഴിവും സമ്മാന പദ്ധതിയും ദുബായിലെ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായിലെ ദീപാവലി ആഘോഷങ്ങളുടെ പ്രധാന വേദിയായ അൽസീഫിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. രാജ്യത്തെ നവജാത ശിശുക്കളുടെ ചികിത്സയിലും പരിചരണത്തിലും ചരിത്രം കുറിച്ച് ഫരീദാബാദിലെ അമൃത ആശുപത്രി.
മാസം തികയാതെ 23-ാം ആഴ്ചയിൽ പ്രസവിച്ച കുരുന്നുകളെയാണ് അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ തീവ്രപരിചരണത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. 23 ആഴ്ചയും 5 ദിവസവും പ്രായമുള്ള 550 ഗ്രാം മാത്രം ഭാരമുള്ളതായിരുന്നു ആദ്യ ആൺകുട്ടി. 90 ദിവസം കൊണ്ട് 2200 ഗ്രാമായി കുട്ടിയുടെ ഭാരം വർദ്ധിച്ചു. ഇന്ത്യയിൽ ഇതുവരെ അതിജീവിച്ച ഏറ്റവും പ്രായം കുറഞ്ഞതും ചെറുതുമായ കുഞ്ഞുങ്ങളിലൊന്നായിരുന്നു ഇത്. മാസങ്ങൾക്ക് ശേഷം 23 ആഴ്ച പ്രായമുള്ള ഇരട്ട കുട്ടികളും ഇതേ രീതിയിൽ ജീവിതത്തിലേക്ക് തിരികെ എത്തി. ഡോക്ടർ ഹേമന്ത് ശർമ്മയുടെ നേതൃത്വത്തിൽ അമൃത NICU ടീമാണ് കുരുന്നുകൾക്ക് പുതുജീവൻ നൽകിയത്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ പെർത്തിൽ തുടക്കമാകും. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ശുഭ്മാൻ ഗിൽ നായകനായ ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഏകദിന പരമ്പരയാണ് നാളെ നടക്കുന്നത്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ജേഴ്സിയിൽ കളത്തിലിറങ്ങുന്നു. യുവനായകൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലുള്ള ആദ്യ ഏകദിന പരമ്പര. 2027 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യയുടെ മുന്നൊരുക്കം. 10 വർഷത്തെ തോൽവിയുടെ ചരിത്രം തിരുത്താൻ ടീം ഇന്ത്യ ഇറങ്ങുന്നു. 2015 ഏകദിന ലോകകപ്പിന് ശേഷം ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പര നേടാൻ ഇന്ത്യക്കായിട്ടില്ല. അതിനുശേഷം നടന്ന 3 ഏകദിന പരമ്പരകളിലും ഇന്ത്യ തോറ്റിരുന്നു. ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിൽ തളയ്ക്കാനാകുമോ എന്ന ആകാംക്ഷയാണ് ആരാധകർക്കുള്ളത്. ടെസ്റ്റിൽ നിന്നും 2020 മത്സരങ്ങളിൽ നിന്നും വിരമിച്ച കോഹ്ലിയുടെയും രോഹിത്തിന്റെയും പ്രകടനം ഈ പരമ്പരയിൽ നിർണായകമാകും. പരുക്കിന്റെ പിടിയിലാണ് ഓസ്ട്രേലിയൻ ടീം. നായകൻ പാറ്റ് കമിൻസ്, ഓൾറൗണ്ടർമാരായ കാമറൂൺ ഗ്രീൻ, ഗ്ലെൻ മാക്സ്വെൽ, വിക്കറ്റ് കീപ്പർ ജോഷ് ഇംഗ്ലിങ്സ്, സ്പിന്നർ ആദം സാംബ തുടങ്ങിയ പ്രമുഖരില്ലാതെയാണ് ഓസ്ട്രേലിയ ആദ്യ മത്സരത്തിനിറങ്ങുന്നത്. ആഷസ് പരമ്പര കണക്കിലെടുത്ത് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത താരങ്ങളെ ഓസീസ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒക്ടോബർ 23 അഡ്ലൈഡിലും 25 സിഡ്നിയിലുമാണ് മറ്റ് ഏകദിനങ്ങൾ. ഇതുകൂടാതെ 5 മത്സരങ്ങളുള്ള 2020 പരമ്പരയിലും ഇന്ത്യ കളിക്കും. 29 2020 മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. രഞ്ജി ട്രോഫിയിൽ കേരള മഹാരാഷ്ട്ര മത്സരം സമനിലയിൽ അവസാനിച്ചു. 2ാം ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര 2 വിക്കറ്റിന് 224 റൺസ് എടുത്ത് നിൽക്കെയാണ് മത്സരം സമനിലയിൽ അവസാനിപ്പിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര 239 കേരളം 219 റൺസ് എടുത്തു. 20 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ മികവിൽ മഹാരാഷ്ട്രയ്ക്ക് 3 പോയിന്റ് ലഭിച്ചു. കേരളം 1 പോയിന്റ് സ്വന്തമാക്കി. വിക്കറ്റ് പോകാതെ 51 റൺസ് എന്ന നിലയിൽ 4ാം ദിവസം കളി തുടങ്ങിയ മഹാരാഷ്ട്രയ്ക്കായി പൃഥ്വി ഷാ, സിദ്ധേഷ് വീർ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. കേരളം ബൌളർമാരെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.